ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ ആണ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള്? സുഖായിരിക്കുന്നു എല്ലാരും? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരൂ കേട്ടോ. ഒരുപാട് പേര് വീഡിയോ ഓഫ് ആണല്ലോ. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ വരിക കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ടോപ്പിക്? എന്താണ് പറയൂ. അമിതമായ ചിന്തയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെ? ഓക്കെ, താങ്ക് യു. നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ ചിന്തിക്കുക എന്നുള്ളത്. അതാണ് മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നതും അല്ലെ? ഓക്കെ, താങ്ക് യു റോഷ്ന മാം. അപ്പൊ ഈ ഒരു ചിന്തകള് ഓവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളിൽ പല ആളുകളും അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു ഓവർ തിങ്കിങ് അല്ലെ? ഇത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, വെൽത്തിനെ ബാധിക്കും, നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, എല്ലാത്തിനെയും ഇത് ബാധിക്കും. ഈ ഒരു ഓവർലോഡായിട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അല്ലെ? നമ്മൾ മനുഷ്യന്മാരാണ്, ഈ ചിന്തകൾ വരും, മനുഷ്യരാണ്, അത് സ്വാഭാവികമാണ്. ചിന്ത വരും. ഈ ചിന്തയെ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ലോകത്ത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാര് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആകാശത്ത് കൂടെ പോകുന്ന പറവകളെ നോക്കിയാണ് പ്ലെയിന് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ? ചിന്തിച്ചിട്ട്. അതേപോലെ തന്നെ സമുദ്രത്തിലൂടെ പോകുന്ന മത്സ്യങ്ങളെ നോക്കിയാണ് കപ്പലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത്രയും അപാരമായ ചിന്താശേഷിയുണ്ട് മനുഷ്യന്മാർക്ക്. എന്നാൽ ഇത് ഓവർ ആയി കഴിഞ്ഞാലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ? ജസ്റ്റ് ഞാനൊരു സ്റ്റോറി പറഞ്ഞു തുടങ്ങും. ഒരു ഗ്രാമത്തിൽ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഓരോ ചെറിയ പ്രശ്നത്തിനും ഒരുപാട് ചിന്തിച്ചു കൂട്ടും. ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് ചിന്തിച്ച് ഡൗൺ ആയിരിക്കും. ആ കുട്ടിയുടെ റിലേഷൻഷിപ്പിനെ, ജോലി എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് ആ കുട്ടിയോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു സന്യാസി ഉണ്ട്, അദ്ദേഹത്തെ പോയി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഈ ഒരു പ്രശ്നം നിനക്ക് മാറിക്കിട്ടുമെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു കുട്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് ഈ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. ഈ ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എല്ലാം ക്ഷമയോടെ കേട്ടു നിന്ന് ഒന്നും തന്നെ പറയാതെ, ഒന്നും റിപ്ലൈ കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ഇത് കണ്ടപ്പോ ആ കുട്ടിക്ക് വിഷമായി. നമുക്കായാലും വിഷമാവും അല്ലെ? നമ്മള് അത്രയും സമാധാനത്തോടു കൂടി ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ, സമാധാനത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് വേദനിക്കും. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ആ കുട്ടി പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആ സന്യാസി പുറത്തേക്ക് വന്നു. ഒരു പാത്രത്തിൽ, ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ടാണ് വന്നത്. അപ്പൊ കുട്ടിയോട് ചോദിച്ചു, ഈ ഒരു ഗ്ലാസ്സിന്, ഈ ഒരു പാത്രത്തിന് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞില്ല, അതിന് ചെറിയൊരു വെയിറ്റ്, ഒരു ഗ്ലാസ് വെള്ളത്തിന് അത്രയും വെയിറ്റ് ഉണ്ടാവും അല്ലെ, അത്രയും ഭാരം ഉണ്ടാകും. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു വെള്ളം കുറച്ച് ടൈം ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ, കുറച്ച് ദൂരം ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ കുട്ടി പറയാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല അല്ലെ, നമ്മളൊന്ന് കുറച്ച് ടൈം ഒന്ന് പിടിച്ചു നോക്കിയേ, പ്രത്യേകിച്ചൊന്നും നമുക്ക് സംഭവിക്കൂല, സ്വാഭാവികമാണ്. എന്നാൽ ഈ ഒരു പാത്രം നമ്മൾ 1 മണിക്കൂർ നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ കുട്ടി മറുപടി പറയാണ്, കൈ വേദനിക്കും. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നാൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഈ ഒരു പാത്രം, ഈ ഒരു ഭാരമില്ല അല്ലെ, ഇതിനിങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ആ കുട്ടി മറുപടി പറഞ്ഞു, നന്നായിട്ട് കൈ വേദനിക്കും, അത് മസിൽസിനെ ബാധിക്കും, വേണമെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു കൈയുടെ ചലനശേഷിയെ വരെ അത് ബാധിച്ചേക്കാം അല്ലെ. ഇതേപോലെയാണ് നമ്മളിൽ പലരുടെയും പ്രശ്നങ്ങൾ. ആ ഒരു ഗ്ലാസ്സിന് നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിനധികം ഭാരമൊന്നുമില്ല അല്ലെ, ഇതിനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിനെ നമ്മൾ താഴെ വെച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അല്ല, ഇതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ചിന്തയെ നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ, ഇതിങ്ങനെ കൊണ്ട് നടക്കുകയാണ് നമ്മൾ. അപ്പൊ എന്താണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സാധിക്കൂല. ഈ ഒരു പ്രസന്റ് നിമിഷത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂല. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പോലും നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കൂല. നമ്മൾ ഈ ഒരു കഴിഞ്ഞ കാലത്തെ ചിന്തകളിലാണ് ഉള്ളത്. ഈ ഒരു പ്രസന്റ് നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു ഒന്നും നമ്മൾ അറിയൂല. അപ്പൊ ഈ ഒരു ഓവർ ആയിട്ടുള്ള തിങ്കിങ്ങിനെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇപ്പൊ എന്റെ കൈ എങ്ങനെ ചലിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാം. അതേപോലെ എന്റെ കണ്ണിനെ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാം, എന്റെ കാലിനെ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാം. ഇതേപോലെ തന്നെ എന്റെ കൺട്രോളിൽ കൊണ്ടുവരാം അല്ലെ. ഇതേപോലെ തന്നെയാണ് എന്റെ മനസ്സിനെയും എനിക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിന് പ്രത്യേകിച്ച് എന്താണ്, പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസുകളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ചിന്തകളെ, ഓവറായിട്ട് വരുന്ന അമിതമായിട്ടുള്ള ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വേണ്ടത്, എനിക്ക് എന്താണ് എന്റെ പ്രശ്നം, എനിക്ക് ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പോയ കാലത്തെ ചിന്തകളാണ് എങ്കിൽ അതിനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കാം, ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു ചിന്തകള് എനിക്ക് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നമ്മൾ ബോധവാന്മാരായിരിക്കുക. ആ ഒരു അവയർനെസ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുക. ഇത് കൂടുതലായിട്ട് എനിക്ക് നന്മയാണോ കൊണ്ടുതരിക, ഇത് കഴിഞ്ഞ കാലത്തെ അനുഭവമാണ്, അല്ലെങ്കിൽ ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വറിയായി കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണോ ഉണ്ടാവുക, ദോഷമാണോ ഉണ്ടാവുക എന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കുക. അതേപോലെ എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, ഞാൻ കൂടുതലായിട്ട് നെഗറ്റീവ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകൾ കുറയാൻ വേണ്ടി സാധിക്കും, കുറയാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അതേപോലെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, ഒന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഒന്ന് ആ ഒരു പീസ്ഫുൾ മൈൻഡ് ആയിട്ടൊന്ന് ഇരിക്കുക, ഒന്നും ചിന്തിക്കാതെ ആ ഒരു ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക. ഒരു വർഷം മുഴുവൻ നമ്മൾ പുസ്തകത്തിൽ നിന്നും നമ്മൾ
നേടുന്ന അറിവിനേക്കാൾ കൂടുതൽ 5 മിനിറ്റ് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത്രയും അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത്രയും അറിവുകൾ ഉണ്ട് നമ്മൾ അകത്ത്. നമ്മൾ ഈ ഒരു പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ അറിവ് നമ്മുടെ അകത്താണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളാണ് എങ്കിൽ, ഇതുവരെ ജീവിതത്തിൽ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ നമുക്ക് ഫസ്റ്റിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല, അല്ല, നമ്മളുടെ മൈൻഡ് എന്താണ് ഡിസ്ട്രാക്ട് ആയിട്ട് പോകും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതിന് തയ്യാറാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അതിനെ നമ്മൾ സമർപ്പിച്ച് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലാണ് ആ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധ കിട്ടണമെന്നില്ല. പല ചിന്തകളും വരും. ചില ആൾക്കാർ ഉറങ്ങിപ്പോവും, ഒന്നും അറിയൂല. മെഡിറ്റേഷൻ കഴിഞ്ഞോ, ഞാൻ ഉറക്കത്തിലായിരുന്നു എന്ന് പറയും. എന്ന് വിചാരിച്ച് എനിക്ക് ഉറക്കമാണ് വരുന്നത്, എനിക്ക് അതിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. മാറി നിന്നാൽ എന്താണ്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. എന്നാൽ ഞാനൊരു പുതിയ കാര്യമാണ് തുടങ്ങുന്നത്, അപ്പൊ അതിന് നമുക്ക് പ്രാക്ടീസ് ആവശ്യമായിട്ടുണ്ട്. ഇത് പുതിയതാണ് ഞാൻ കൊടുക്കുന്നത്, അത് പെട്ടെന്ന് തന്നെ എനിക്ക് ശീലമാക്കാൻ വേണ്ടി സാധിക്കില്ല, അല്ലെ? അതിന് കുറച്ച് പണിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു പ്രസന്റ് നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? രാവിലെയാണ്, അല്ലെ? ആ ഒരു മോർണിംഗ്, നമ്മുടെ ആ ഒരു ലോകം ബിസി ആവുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടൈം നമ്മളും ഫ്രീ ആയിരിക്കും. കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ നമുക്കായിട്ട് മാറ്റി വെക്കുകയാണ് എങ്കിൽ, നമുക്ക് വേണ്ടിയാണ് ഈ ഒരു നമ്മൾ ഈ ചെയ്യുന്നത് തേച്ചും മറ്റുള്ളവർക്കായിരിക്കാം, എന്നാൽ നമുക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ മാറ്റി വെച്ച് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു തിരക്കും ഇല്ലാതെ, ആരും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരാതെ നമുക്ക് മാത്രമായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഓവറായിട്ട് അമിതമായ ചിന്ത വരുന്നവർ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ആദ്യം പറഞ്ഞതുപോലെ 5 മിനിറ്റിൽ നമ്മൾ തുടങ്ങാം. പിന്നീട് അത് നമുക്ക് അരമണിക്കൂർ, 1 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന് ആ ഒരു ആനന്ദത്തിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും. പല പ്രാക്ടീസും ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? സൈലന്റ് ആയിട്ട് ഇരുന്ന് ആ ഒരു ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് നെഗറ്റീവായ ചിന്ത ഇങ്ങനെ ആ ഒരു ടൈമിലായിട്ട്, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പ്രയറിലേക്കൊക്കെ കയറുമ്പോഴായിരിക്കും ഒരുപാട് ചിന്ത ഇങ്ങനെ വരുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ച് മറന്നില്ലെങ്കിൽ പോലും അതായിരിക്കും വരുന്നത്, അല്ലെ? അതേപോലെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവായ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ വേണ്ടത്? അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവേണ്ട ആവശ്യമില്ല. അപ്പൊ അതെന്താണ്? തലവെക്കും. അപ്പൊ എന്താണ് വേണ്ടത്? അതിനൊന്ന് അംഗീകരിക്കുക. അതിനെ അംഗീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പാട്ടിന് വിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ബ്രീത്തിലേക്ക് കൊടുക്കുക. നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും, അതുപോലെ നമ്മുടെ ഹൃദയമിടിപ്പ്, ഇതിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രദ്ധ കിട്ടും. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് ഓവർ ആയിട്ടുള്ള തിങ്കിങ് വരുമ്പോൾ, മിതമായ ചിന്ത വരുമ്പോൾ നമ്മളത് ലൗഡായിട്ട് പറയുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ കേൾക്കെ പറയുക എന്നുള്ളതല്ല. നമുക്കിപ്പോ അമിതമായ ചിന്ത, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ ചിലവർക്ക് ചിന്തിച്ച് ചിന്തിച്ച് തല പെരുക്കും, തലവേദന പോലും വരും, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു അമിതമായ ചിന്ത വരുന്നു എങ്കിൽ അത് ലൗഡായിട്ട് പറയാം. മറ്റുള്ളവർ കേൾക്കെ പറയാതിരിക്കുക. നിങ്ങളൊരു ബെഡ്റൂമിൽ നിങ്ങൾ ബെഡ്റൂമൊക്കെ പൂട്ടിയിട്ട് നിങ്ങൾ പറയാം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ കുറയും. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്, നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനോട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയാം. നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കഴിഞ്ഞു പോയ കാലത്തുള്ളതായിക്കൊള്ളട്ടെ,
വരാനിരിക്കുന്നതായിക്കൊള്ളട്ടെ, എന്താണെങ്കിലും നിങ്ങൾ എന്താണ് അലട്ടുന്നത് ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ പറയുക. അപ്പൊ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നല്ലൊരു സുഹൃത്തായിരിക്കണം. ഏറ്റവും നല്ല സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളവർക്കൊക്കെ നല്ലൊരു സുഹൃത്ത് ഉണ്ടാവും. കാരണം പല സ്ഥലങ്ങളിലുള്ളവരാണ്, പരസ്പരം കണ്ടുമുട്ടാത്തവരാണ്. ഏതെങ്കിലും ഒരു മീറ്റപ്പിനോ അങ്ങനെയാ നമ്മൾ കണ്ടുമുട്ടും. എന്നാൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു സുഹൃത്താണ് എങ്കിൽ എന്താണ്, അത് നമുക്ക് പിന്നീട് പാരയായിട്ട് വരാറുണ്ട്. നമ്മളൊരു വേദനയായിട്ട് പങ്കുവെച്ചതായിരിക്കും, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭാരം കുറയാൻ വേണ്ടി നമ്മൾ പങ്കുവെച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒന്നിക്കും നമ്മുടെ പിന്നെ പാസ്റ്റിലുള്ള എന്തെങ്കിലും സ്റ്റോറി ആയിരിക്കും. പക്ഷെങ്കിൽ അതെന്താണ്, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ തെറ്റുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ പിന്നീട് വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് എന്താണ്, നമ്മള് ഷെയർ ചെയ്യുന്ന ആ ഒരു വ്യക്തി നമ്മളെ നന്നായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതെ, നല്ല സുഹൃത്തിനെ കിട്ടാൻ വേണ്ടിക്ക് പ്രയാസമാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരികയാണെങ്കിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എന്തോ അവരോട് പറയാം, അത് നമ്മൾ എവിടെയും ബാധിക്കില്ല. അവര് നമ്മളുടെ അടുത്ത് പോലും വരുന്നില്ല, നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് കിട്ടും. മനസ്സ് തുറന്ന് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും പറയാനും കേൾക്കാനും ഒക്കെ പറ്റും. അപ്പൊ നമ്മൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അത് നമുക്ക് പാരയായിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അത് നമ്മളെ കൂടുതൽ ടെൻഷനിലേക്കാക്കും അല്ലെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതൽ ഇപ്പൊ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും, ഇപ്പൊ നമ്മൾ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം വരുമ്പോ അത് നല്ലോണം തലവേദനയായി മാറുന്ന ഒരവസ്ഥ വരാതിരിക്കും. അതേപോലെ നല്ലൊരു സുഹൃത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട്. അതാരാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്? പറയൂ. അതെ, സെൽഫാണ്. നമ്മളെ തന്നെ നമ്മളുടെ സുഹൃത്താക്കി മാറ്റുക. അതിന് ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് നമ്മളായി മാറണം. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനായി മാറണം. എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നില്ല, ടൈമില്ല, ക്ഷമയില്ല എങ്കിൽ എന്നെ കേൾക്കാൻ പറ്റുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. എനിക്ക് ഞാനേ ഉള്ളൂ അല്ലേ. ഞാൻ എപ്പോഴും ഒറ്റക്കാണ്. ചുറ്റുപാടിൽ ആളുകൾ ഉണ്ടെങ്കിലും എപ്പോഴും ഞാൻ ഒറ്റക്കാണ്. ആ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പൊ എന്നോട് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും പുറത്തേക്ക് പോവില്ല. അതെനിക്ക് സന്തോഷം നൽകും. വേണമെങ്കിൽ നമുക്ക് മിററിന്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാം, കണ്ണാടി നോക്കിയിട്ട് പറയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ നമുക്ക് കുറയും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് ആണ്, നമുക്ക് അമിതമായ ചിന്തകൾ വരുമ്പോ എന്താണ് എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്നതിനെ കുറിച്ച് നമ്മൾ എഴുതുക. നമ്മുടെ ചിന്തകൾ എന്താണ്, അത്രയും സ്പീഡിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മള് ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അടുത്തത് എന്ത്, അത് കഴിഞ്ഞിട്ട് എന്ത്, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു പേനയും ബുക്കും എടുത്ത് നമ്മൾ എഴുതാൻ തയ്യാറാവുകയാണ് എങ്കിൽ ആ ഒരു പെന്നിന്റെ അറ്റത്തേക്ക്, ഈ ഒരു പെന്നിന്റെ അറ്റത്തേക്ക് നമ്മൾ ആ ഒരു ചിന്തയെ നമ്മൾ കൊണ്ടുവരികയാണ് എങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് സ്പീഡ് കുറയും. നമ്മൾ അതിനെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ സ്പീഡ് കുറയും. എന്തായിക്കൊള്ളട്ടെ ആ ഒരു ചിന്തകൾ നമ്മൾ എഴുതാം. അങ്ങനെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും, സ്ലോ ആവും, ചിന്തകൾ സ്ലോ ആവും. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടും. നമുക്ക് തന്നെ കിട്ടും അതിനുള്ള സൊല്യൂഷൻ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കറക്കുമ്പോ എന്താണ്, അത് കൂടുതലായിട്ട് അധികരിച്ചു പോവാണ് ചെയ്യാം. എന്നാൽ നമ്മൾ ആ ഒരു ബുക്കിലേക്ക് എഴുതുമ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൂടി കിട്ടും. അതേപോലെ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. ഇത് നെഗറ്റീവ് ആണ്, ആവശ്യമില്ലാത്തതാണ് എങ്കിൽ നമുക്ക് കീറിക്കളയാം. ഓക്കെ, അപ്പൊ എന്താണ്,
നമ്മുടെ ചിന്തയുടെ വേഗത കുറക്കാൻ വേണ്ടിയുള്ള ആ ഒരു അമിതമായ ചിന്തകള് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴിയാണ് നമ്മൾക്ക് എഴുതുക എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് കാര്യമില്ല, അല്ലെ? അതൊക്കെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നമുക്കത് നല്ല രീതിയിൽ എഫക്റ്റ് ആവുകയുള്ളൂ. അതിന് നമ്മൾ തയ്യാറാവാം. ഓരോ ദിവസം എന്താണ് കിട്ടുന്നത് അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുക. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. ഓക്കെ. അതേപോലെ അടുത്ത പോയിന്റ് ആണ് നമ്മുടെ ചിന്തകളെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. എന്തെങ്കിലും ചിന്തകൾ വരികയാണ് എങ്കിൽ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാം, നമ്മൾ ബിസി ആവുക. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പരിപാടിയിലേക്ക് നമ്മൾ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടു ജോലിയിലുണ്ടെങ്കിൽ നമ്മള് വീട്ടുജോലിയിലേക്ക് നമ്മൾ പോവാം. ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റർ കണ്ടല്ലോ, അല്ലെ? എന്താണ്, അമിതമായിട്ട് നമ്മൾ കൂടുതൽ ടെൻഷൻ വരുമ്പോ എന്താണ്, നമ്മൾ കിച്ചണില് പാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മുടെ ടെൻഷൻ കുറയുന്നൊക്കെ കണ്ടിട്ട് ഒരു പോസ്റ്റർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് അമിതമായ ചിന്തകൾ വരുന്നു എങ്കിൽ നമ്മൾ അതിൽ നിന്നും ബിസിയായി വേറൊരു ജോലിയിലേക്ക് നമ്മൾ പോവുക. അവിടെ തന്നെ അതിനടിമപ്പെട്ടിരിക്കാതെ പെട്ടെന്ന് എഴുന്നേൽക്കുക. അപ്പൊ നമ്മുടെ ചിന്തയാണ് എന്താണ്, അവിടുന്ന് മാറിപ്പോവും, അല്ലെ? പിന്നെ അടുത്ത പോയിന്റ് ആണ് എന്ത്, മൈൻഡ്ഫുൾ ലിവിങ്. മൈൻഡ്ഫുൾ ലിവിങ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകൾ കഴിഞ്ഞ കാലത്താണ്, നമ്മുടെ ഈ ഒരു ശരീരം ഈ ഒരു കാലത്താണ് ഉള്ളത്. അപ്പൊ എന്താണ്, ഓരോ കാര്യങ്ങൾ ചെയ്യും, ഒന്നും ഓർമ്മയില്ല, വെച്ച സ്ഥലവും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല, ഇങ്ങനെ പോവുകയാണ് നമ്മള്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഇന്നില് ജീവിക്കാൻ വേണ്ടിക്ക് നമ്മൾ ശ്രദ്ധിക്കാം. ഓരോ സെക്കൻഡും നമ്മൾ അറിഞ്ഞ് ജീവിക്കാം. നമ്മളൊരു കോഫി കുടിക്കുകയാണെങ്കിൽ പോലും അതിനെ ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആ ഒരു ചുറ്റുപാടിനെ. രാവിലെ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങും, അല്ലെ? അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങുകയാണ് എങ്കിൽ നമ്മൾ ഫോണ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല, അല്ലെ? അതെ, മൈൻഡ്ഫുൾനെസ്. നമ്മൾ അതിനെ ആസ്വദിക്കുക. ഒരുപാട് കിളികളുടെ സൗണ്ടുകളും പൂക്കളും ചെടികളും ഇതൊക്കെ തൊട്ട് എന്താണ് ആസ്വദിച്ച് നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് ആസ്വദിക്കുക. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. ഓക്കെ. അതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടാവും, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പെട്ടിട്ട് അതിനൊന്നും ടൈം ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് മൺതട്ടി എടുക്കുക. അതൊക്കെ എന്താണ്, ചെതൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ഹോബീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ എപ്പോഴും കണ്ടെത്തുക. അതിനായിട്ടൊരു ടൈം നമ്മൾ കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മുടെ ഹോബീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുകയാണ്. അതേപോലെ നമ്മൾ ഡെയിലി ആ ഒരു ഹോബി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. ഡെയിലി നമുക്ക് സന്തോഷം നിലനിർത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? ഒരുപാട് ഹോബീസ് ഉണ്ടായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് എന്റെ ഹോബി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഒരു ഹോബിയെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിക്ക് നിങ്ങൾ ടൈം കണ്ടെത്തുക. നമുക്ക് 24 മണിക്കൂറുണ്ട് ഒരു ദിവസം, അല്ലെ? ഉറങ്ങാൻ ടൈമുണ്ട്, തിന്നാൻ ടൈമുണ്ട്, മക്കളെ നോക്കാൻ, എല്ലാത്തിനും നമുക്ക് ടൈമുണ്ട്. ഈ ഒരു നമ്മളെ നോക്കാൻ നമുക്ക് പലപ്പോഴും ടൈമില്ല, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ടൈമില്ല. എവിടത്തേക്കാണ് നമ്മൾ ഓടുന്നത്? നമ്മളെ നോക്കാതെ, നമ്മളെ കെയർ ചെയ്യാതെ എവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? നമ്മളില്ലെങ്കിലും അവര് ജീവിക്കും, നമുക്ക് നമ്മൾ മാത്രം. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ. അതേപോലെ നമ്മൾ
അടുത്ത പോയിന്റ് നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുക. നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തേക്ക് പോവുക, ബീച്ചിൽ പോയിട്ടിരിക്കുക, ആ ഒരു വിശാലമായ ആ ഒരു കടലിലേക്ക് നമ്മൾ നോക്കിയിരിക്കാം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വിശാലമാകും, നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. എന്തെങ്കിലും അലട്ടുന്നുണ്ടോ അപ്പൊ തന്നെ നമ്മൾ പോവുക, പുറത്ത് പോയിട്ടിരിക്കുക, ആ ഒരു കാഴ്ചകൾ കാണുക, ആ ഒരു അസ്തമനം കാണുക. ആ ഒരു അസ്തമന സമയത്ത് ആകാശത്തിൽ ഒരുപാട് എന്താണ് ഇമേജ് ഉണ്ടാവും അല്ലെ, പല രീതിയിലുള്ള വർണ്ണങ്ങൾ ഉണ്ടാവും. അതിനെയൊക്കെ കണ്ട് ആസ്വദിക്കുക. അതിലൂടെ നമ്മുടെ ഈ ഒരു ഭാരം ഇറങ്ങിപ്പോവും, നമ്മുടെ ഈ ഒരു ഓവർ തിങ്കിങ് നമുക്ക് കുറയും. അതേപോലെ രാവിലെ ആണെങ്കിൽ സൂര്യാസ്തമനത്തിന് മുന്നേ അല്ല സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, പോവുക. എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കുക. ഇപ്പൊ എല്ലായിടത്തും ബീച്ച് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ പുഴയാണെങ്കിൽ നമ്മൾ പുഴ ആയിക്കോട്ടെ, അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കുക, നമ്മൾ കാണുക. ഒരു ടൈം നമ്മൾ അതിനായിട്ട് കണ്ടെത്തുക. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തുക. നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒരുപാട് ഭാരം കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നടക്കുമ്പോ നമുക്ക് വല്ലാതെ ക്ഷീണമാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ പോയിട്ട് നമ്മൾ ആഴ്ചയിലൊക്കെ ഒരിക്കൽ നമ്മൾ പുറത്തു പോയി ആസ്വദിക്കുകയാണ് എങ്കിൽ, പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. പുതിയ പുതിയ ചിന്തകൾ നമുക്ക് കടന്നു വരാനും നമ്മളെ ഭാവിയെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എന്താണ്, ഈ പഴയ ചിന്ത തന്നെയാണ് റിപ്പീറ്റ്ലി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു പഴയ ചിന്തകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ? ഇന്നലകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. പക്ഷെങ്കിൽ എന്താണ്, ചില അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇന്നലെ ഉണ്ടായ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടിക്ക് നമുക്കത് ചിന്തിക്കാം. അല്ലാതെ ഇന്നലകൾക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ ലൈഫിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ നാളെ എന്ന് പറയുന്നത് എന്താണ്, സങ്കല്പം മാത്രമാണ് അല്ലെ. എന്താണ് നാളെ എന്ന് പറയുന്നത്, സങ്കല്പം മാത്രമാണ്. അപ്പൊ നാളെ കുറിച്ച് നമ്മൾ എന്താണ് പറയാവേണ്ട ആവശ്യമില്ല, അത് വരും. നമ്മൾ ആഗ്രഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കിട്ടോ കിട്ടില്ലേ, അതെങ്ങനെയായിരിക്കും, അതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഈ ഒരു നിമിഷത്തെയും നമ്മൾ എന്താണ് ബാഡാക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ആ ഒരു ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ആ ഒരു എന്താണ് പറഞ്ഞത്, പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങുക, പ്രകൃതിയിലേക്ക് ഇറങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കുക. അപ്പൊ ഈ ഒരു പഴയ കാലത്തെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പുറത്തേക്ക് പോവുക. അതേപോലെ നമ്മളുടെ ഗാർഡൻ ഉണ്ടാവും, ഗാർഡനിലേക്ക് ഇറങ്ങുക, ഓരോന്നും നമ്മൾ നിരീക്ഷിക്കുക. നമുക്ക് ഒരുപാട് ഹോബീസ് ഉണ്ടാവും, അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അല്ലെ. പുഷ്പങ്ങൾ വിടരുന്നതും പുതിയ ലീഫുകൾ കിളിർത്ത് വരുന്നതും അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, അല്ലാതെ ഒരാൾക്ക് പറ്റില്ല. എന്താണ് നിങ്ങളുടെ ഹോബി, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ അടുത്തതാണ്, നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഓരോ അനുഗ്രഹത്തെയും കുറിച്ച് നമ്മൾ എപ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഇതുവരെ ഒരു പോസിറ്റീവും ഉണ്ടായിട്ടില്ല, ഒരു അനുഗ്രഹവും ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടിക്ക് പറ്റൂല അല്ലെ. ഈ ഒരു ശരീരം തന്നെ അനുഗ്രഹമാണ്. ഈ ഒരു കണ്ണ്, ഈ ഒരു മൂക്ക്, ഈ ഒരു ലിപ്, ഇതൊക്കെ അത്ഭുതങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ചെറിയ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നമുക്ക് തന്നതിൽ വെച്ച് 99% എന്ന് തന്നെ പറയാം. 99% അനുഗ്രഹങ്ങളാണ്. എന്നാൽ തരാതെ പോയിട്ടുള്ളത് 1-2 കാര്യങ്ങൾ, അത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോ മനസ്സിലാവൂല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അന്ന് അങ്ങനെ സംഭവിച്ചത് എനിക്ക് നല്ലതിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്.
അക്ബർ എക്സാമ്പിൾ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് ബീർബലും കൂടിയിട്ട് ഒരു ദിവസം കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ വെച്ചിട്ട് അക്ബർ ചക്രവർത്തിയുടെ വിരലില് ഒരു ചെറിയ മുറിവുണ്ടായി. അങ്ങനെ ആ മുറിവുണ്ടായ സമയത്ത് നല്ല വേദനയാണ്. അക്ബർ ചക്രവർത്തിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉപദേഷ്ടാവ് ബീർബല് പറഞ്ഞു, ഈ ഒരു വേദന ഇത് നല്ലതിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അത്രയും കഠിനമായി സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പൊ തന്നെ അടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് ബീർബലിനെ തള്ളിയിട്ടു. ബീർബൽ കിണറ്റിൽ വീണു. അങ്ങനെ ഈ ഒരു ദേഷ്യത്തിൽ അക്ബർ ചക്രവർത്തി മുന്നോട്ടേക്ക് പോകുമ്പോ കാടാണല്ലേ, അപ്പൊ കാട്ടുവാസികൾ ഉണ്ടാവും. അങ്ങനെ അക്ബർ ചക്രവർത്തിയെ കാട്ടുവാസികളുടെ മുന്നിൽ പെട്ടു. കാട്ടുവാസികളാണെങ്കിൽ അവരുടെ വനദേവതയ്ക്ക് ഒരാളെ ബലി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി തെരഞ്ഞു നടക്കുകയാണ്. അപ്പൊ കിട്ടിയതാണ് ആരെ? അക്ബർ ചക്രവർത്തിയെ. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കിട്ടിയ സന്തോഷത്തിൽ അവര് മൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ മൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മൂപ്പനുണ്ടാവും ഒരു ഉപദേഷ്ടാവ് അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു നമ്മൾ വനദേവതക്കാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു മനുഷ്യന് ഒരു മുറിവ് പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മൊത്തമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു വിരലിലുണ്ടായ മുറിവ് കണ്ടത്. അപ്പൊ എന്താണ് ഉപദേഷ്ടാവ് പറഞ്ഞു, ഈ ആളെ ബലി കൊടുക്കാൻ സാധ്യമല്ല. അങ്ങനെ എന്താണ്, ഇദ്ദേഹത്തെ വിട്ടയച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബീർബല് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്തായി, ആ ഒരു പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഒരു വള്ളി ഇട്ട് കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്നെ നേരത്തെ ദേഷ്യം പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിട്ടതാണല്ലോ, ഇപ്പൊ എന്താണ് എന്നെ രക്ഷപ്പെടുത്തിയത്? അപ്പൊ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റോറിയും പറഞ്ഞു, എല്ലാ കഥയും പറഞ്ഞു. അപ്പൊ തന്നെ ബീർബൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാത്തത് അതും നല്ലതിനായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ ഞാനായിരിക്കും ഇപ്പോൾ ബലിയാടായിട്ടുണ്ടാവുക അല്ലെ. സാധാരണയായിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും അക്ബർ ചക്രവർത്തിന്റെ കൂടെ എപ്പോഴും ബീർബൽ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് തള്ളിയിട്ടത്. അപ്പൊ ഈ ഒരു ബീർബൽ ഒരു മുറിവുമില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ആയിരിക്കും ബലിയർപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവും, ഇപ്പൊ മനസ്സിലാവൂല. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിലെന്തെങ്കിലും നന്മയുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കാം. ആ ഒരു നന്മയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സാഹചര്യം ഈ ഒരു നിമിഷം നമ്മൾ കടന്നു പോയേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ആ ഒരു എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുക. എന്റെ ലൈഫിൽ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഇന്ന് എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു ദിവസം ഉണരാൻ സാധിച്ചതിന്, എനിക്ക് ഇത്രയും വർഷം വരെ ആയുസ് തന്നതിന്, അതുപോലെ തന്നെ കോടാനുകോടി ഓക്സിജനാണ് നമ്മൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത, ഇതെങ്ങാനും ഒരു നിമിഷം ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? അതേപോലെ നമ്മുടെ ഹൃദയമിടിപ്പ് എപ്പോഴും മിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോഴേ ഇത് മിടിക്കാൻ തുടങ്ങിയതാ, ഇന്നും നിന്നിട്ടില്ല. ഇതെങ്ങാനും ഒരു നിമിഷം നിശ്ചലമായിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? അപ്പൊ ഇതിനൊക്കെ നമ്മള് സൃഷ്ടാവിനോടാണെങ്കിലും മറ്റു സൃഷ്ടികളോടാണെങ്കിലും മറ്റു വ്യക്തികളോടാണെങ്കിലും എല്ലാവരോടുമുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതുക. അത് നമ്മൾ ജേണൽ എഴുതിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നെഗറ്റീവാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ കൂടുതലായിട്ട് ഈ നെഗറ്റീവേ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ലൈഫിൽ ഇന്ന് സംഭവിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ലൈഫിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്,
എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി സാധിക്കും. വലിയ കാര്യം സംഭവിച്ചാൽ മാത്രമേ സന്തോഷിക്കൂ എന്നുള്ളതല്ല, ആ ചെറിയ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മൈൻഡ് തേടുകയാണ്, ഇന്ന് എന്താണ് എനിക്ക് പോസിറ്റീവായിട്ട് വന്നത്, നിരന്തരം സെർച്ച് ചെയ്യാണ്. അങ്ങനെ ഡെയിലി നമ്മൾ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനെ ആ ഒരു പോസിറ്റീവ് എടുത്തെടുത്തെടുത്ത് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് എന്താവും, പോസിറ്റീവായി മാറും. പോസിറ്റീവ് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ആ ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പ്രശ്നം വരുമ്പോഴും ആ ഒരു പ്രശ്നത്തിന്റെ ഒരു പോസിറ്റീവ് വശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ പറയാണ്. ഇതേപോലെ നേരത്തെ ബീർബലിന്റെ സ്റ്റോറി പോലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ പുതിയ വീട് എടുക്കുന്ന ആ ഒരു ടൈമിൽ എന്റെ പഴയ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരികയാണ്, പുതിയ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ വരുമ്പോ കുട്ടികളൊക്കെ ഒരുമിച്ച് കയറി സ്കൂട്ടിയിൽ. ടോട്ടലി 3 കുട്ടികൾ, എന്റെ 2 മക്കളും അഞ്ചത്തിന്റെ ഒരു കുട്ടിയും, അങ്ങനെ 3 ആള് കയറി. അങ്ങനെ ഞങ്ങള് ഉള്ളോട് കട്ട് റോഡാണ്, മെയിൻ റോഡ് കഴിഞ്ഞിട്ട് വരണം. അങ്ങനെ നമ്മള് വന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് എത്തും. അപ്പൊ വരുമ്പം തന്നെ ബസ് സ്റ്റോപ്പിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ്. അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ പെട്ടെന്ന് എനിക്കൊരു കോള് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, സ്കൂട്ടി ഞാൻ ഓഫ് ആക്കാതെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ലോക്ക് ഞാൻ ഓഫ് ആക്കിയിട്ടില്ല, അത് ഓണിലാണുള്ളത്. ഞാൻ നിർത്തിയിട്ട് ഫോൺ ഞാൻ റിപ്ലൈ കൊടുത്തു. പെട്ടെന്ന് എന്റെ മുന്നിലുള്ള കുട്ടി എന്ത് ചെയ്തു, റൈസ് കൊടുത്തു. നമ്മൾ 3 പേരും വീണു. ചെറുതായിട്ട് മുറിവൊക്കെ പറ്റി. 3 അല്ല 4 പേരുണ്ടല്ലോ, ചെറുതായിട്ട് മുറിവൊക്കെ പറ്റി. അങ്ങനെ നമ്മള് പുതിയ വീട്ടിലേക്ക് വന്നു, തിരിച്ചു പോവാണ്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ തിരിച്ചു പോകുമ്പോ ഞാൻ ബസ് സ്റ്റോപ്പിൽ കണ്ട ആ ഒരു സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ത്രീ എന്നോട് സംസാരിക്കാണ്. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിക്ക് നിൽക്കാണ്, എനിക്ക് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിക്ക്. അപ്പൊ ആ ഒരു ടൈം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടുന്ന് എനിക്ക് ബോധം വന്നു. എന്താണ് ബോധം വന്നത്? വണ്ടി ഓഫ് ചെയ്യണം. ഞാൻ അവിടെ ചിന്തിച്ചത് എന്റെ കുട്ടി മുന്നിലുണ്ട്, അവൻ ഇനിയും പ്രൈസ് കൊടുത്തേക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ബോധം വന്നു, ഞാൻ വണ്ടി ഓഫ് ചെയ്തു. അപ്പൊ ഇവരിങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ, ഇവരൊരു രസത്തിന് ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ പിടിച്ചിങ്ങനെ തിരിക്കാം. പിന്നീട് ഞാനിത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് അവര് തന്നെ പറയാം, വണ്ടി ഓഫിലാണോ ഉണ്ടായത്, ഞാനിത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പയാണ് എനിക്ക് ഓർമ്മ വന്നത്, താങ്ക് ഗോഡ്, ആ നേരത്തെ എനിക്ക് ഉണ്ടായ ആ ഒരു അനുഭവം വലിയൊരു അപകടത്തെയാണ് എന്നിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ളത്. ഇവിടെ ഞാന് മെയിൻ റോഡിലാണ് നിൽക്കുന്നത് അല്ലെ, ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പോകും, ഇവിടെയാണ് വലിയ അപകടം ഉണ്ടാവുക. അപ്പൊ ഇതേപോലെ നമുക്ക് എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഓരോ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരും, മനുഷ്യന്മാരാണ്, പ്രശ്നം വരാത്തവരായിട്ട് ആരുമില്ല. ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വഷളാവുകയും ചെയ്യും. ഓരോ ചെറിയ കാര്യത്തിലും അതിന്റെ പോസിറ്റീവ് വശം നമ്മൾ ചിന്തിക്കുക. ബോധപൂർവം നെഗറ്റീവ് ചിന്തകൾ അമിതമായിട്ട് വരുന്നുണ്ടെങ്കിൽ ബോധപൂർവം അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, അതിനെ നമ്മൾ കണ്ടെത്താം. ഓക്കെ, എന്താണ് അബ്ദുൽ ബാസിദ് ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, അത് എഴുതുക. അപ്പൊ ഞാൻ 10-12ഓളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ചിന്തകളെ നമ്മൾ മനസ്സിലാക്കുക. ആദ്യം ഞാൻ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ, നമ്മുടെ ചിന്തകളെ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഞാനെന്ന വ്യക്തിയെ എന്ത് ചെയ്യാം, അംഗീകരിക്കുക. ഇന്ന ചിന്തകൾ വരുന്നുണ്ടെങ്കിലും ഞാനെന്ന വ്യക്തിയെ ഞാൻ അംഗീകരിക്കുക. അതേപോലെ രണ്ടാമതായിട്ട് പറഞ്ഞതാണ് മെഡിറ്റേഷൻ. പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറഞ്ഞതാണ് ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മൾ ലൗഡായിട്ട് നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ചിന്തകൾ സ്ലോ ആവാൻ വേണ്ടി തുടങ്ങും. അടുത്തതാണ് നല്ലൊരു സുഹൃത്തിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. സുഹൃത്തിനെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പറയാ, സുഹൃത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയാം. ഓക്കെ, ആവേശത്തിന് പറഞ്ഞിട്ട് ചളാക്കരുത്. അടുത്തതാണ് നമുക്ക് ഓവർ ആയിട്ടുള്ള
ചിന്തകൾ വരുമ്പോൾ നമ്മൾ അത് എഴുതുക എന്നുള്ളത് നമ്മുടെ ചിന്തകളുടെ നമ്മളുടെ പേനയുടെ അറ്റത്തേക്ക് നമ്മൾ കൊണ്ടുവരിക. ആ ഒരു ഓവറായിട്ട് ചിന്തകൾ വരുമ്പോൾ അതിനെ നമ്മൾ എഴുതുമ്പോൾ എഴുത്ത് നമുക്ക് പലപ്പോഴും സ്ലോ ആണ് അല്ലെ, നമ്മുടെ ചിന്തയുടെ അതേ സ്പീഡിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ചിന്തകൾ സ്ലോ ആവും. പിന്നെ അടുത്തതാണ് മൈൻഡ്ഫുൾ ലിവിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാം. ഓക്കെ, പിന്നെ ഒരു പോയിന്റും കൂടി വിട്ടു പോയിട്ടാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. എന്തെങ്കിലും ചിന്തകൾ വരികയാണ് എങ്കിൽ നമ്മൾ എന്തെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുക. ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാം. അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് ഡെയിലി നിലനിർത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക, പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുക, അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് സ്പെഷ്യൽ എല്ലാം ഇന്ന് അഡ്വാൻസ് ITC ആണ്. അപ്പൊ സാർ ഇന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒരുവിധം നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഉറപ്പായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം തന്നെ നമ്മൾ നിരന്തരം ചെയ്യുകയാണ് എങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് ഒരു മാറ്റവും വരില്ല. അതിനെ നമ്മൾ മാറ്റിപ്പിടിക്കാൻ എപ്പോൾ തയ്യാറാവുന്നു? ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കേട്ട് പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മൾ മാറ്റിപ്പിടിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു മാറ്റത്തെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. അതിന് വേണ്ട പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടുക. അപ്പൊ അതിനു വേണ്ടിയുള്ള നമ്മുടെ കോഴ്സാണ് EFT കോഴ്സ്, തെറാപ്പിയാണ്. ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചിന്തകൾ വരും, നെഗറ്റീവും വരും, പോസിറ്റീവും വരും, എല്ലാം വരും. എന്നാൽ ആ നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവം ആ ഒരു അവയർനെസ്സോട് കൂടി പോസിറ്റീവിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതും ഒരു തെറാപ്പിയിലൂടെയാണ്. ഇപ്പൊ ഈ ഒരു തെറാപ്പിയെ കുറിച്ച്, EFT തെറാപ്പിയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ ഒരു ചാറ്റ് ബോക്സിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് പണമോ സമ്പത്തോ അല്ല, സമാധാനപരമായ ജീവിതമാണ്. ആ ഒരു പണത്തിനെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ നമുക്ക് ഉപകാരം ഉണ്ടാവുന്നത് സമാധാനത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവുമ്പോഴാണ്. അതില്ലെങ്കിൽ എന്ത് തന്നെ പണം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരിക്കലും പാഴാകില്ല. പുതിയ കാര്യങ്ങൾ, തലമുറകൾ മാറുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 30-നാണ്. അപ്പൊ മെയ് 30-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ 12 ദിവസത്തെ ലൈവ് ക്ലാസ് ആണ് വരുന്നത്. പിന്നെ ഒരു മാസം നിങ്ങൾക്ക് PCA സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിക്ക് നിങ്ങളുടെ കാര്യം അവിടെ ഭദ്രമായിരിക്കും. നിങ്ങൾ നന്നായിട്ട് കേൾക്കും. നിങ്ങൾക്ക് വേണ്ട, അതിന് വേണ്ട തെറാപ്പി രീതിയിലുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറാണ് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോ ഈ ഒരു കോഴ്സ് ചെയ്ത ആൾക്കാർ ഇതിലുണ്ടാവും. അപ്പൊ അവരുടെ ഫീഡ്ബാക്ക് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പറയാനുള്ളവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യൂ. ഓക്കെ, ജമീല മാം സംസാരിച്ചോളൂ. മാം ജമീല മാം സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല?
അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അവർ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ചെയ്തു. ഇല്ല, ഋഷിത മാം ആണോ? അവർക്ക് അറിയില്ലായിരിക്കും. ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുത്തല്ലോ, എന്താ കേൾക്കില്ല? പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ ഞാന് ഗോള് സെറ്റ് ചെയ്യാൻ പറഞ്ഞ അന്ന് ഞാന് എഴുതി വെച്ചിരുന്നു എന്റെ മോനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഞാനത് എന്നും എഴുതി വെക്കും. സന്തോഷം കൊണ്ട് ഞാൻ കരയാണ്. എന്റെ മോന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറയാനൊന്നുമില്ല. ഞാൻ എക്സാമിന് പോകുമ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ടാപ്പ് ചെയ്തവർക്കൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. സാറിന് നിങ്ങൾക്കൊക്കെ ഞാനന്ന് മാമിനോട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിലാവുകൊണ്ട്. പക്ഷെ അന്ന് ഞാനത് പറഞ്ഞന്ന് മാം തന്നെയായിരുന്നു. ഇന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന അന്ന് മാമാണ്. അത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് രണ്ടാൾക്ക് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനൊന്നും എനിക്കിതിൽ സംസാരിക്കാൻ ഒഴിവിട്ടാത്ത ഒരാളാണ്. സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് എപ്പോഴും എനിക്ക് തോന്നും, പക്ഷെ ഇന്നുവരെ എനിക്ക് അതിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഫീസ് വേണോ വേറെ ഉള്ളതുണ്ടോ അവിടെ പഠിക്കാൻ കഴിയോ അതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ എന്റെ മോന് SLCക്ക് ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിയ ഒരാള് അതിന്റെ കോഴ്സിന് അതിന്റെ ഇന്റർവ്യൂവിനും ഒക്കെ പ്രിപ്പയർ ആയി അതൊക്കെ പഠിച്ചു അവന് നല്ല സ്കോറോട് കൂടെ +2 എക്സാമിന് മുമ്പ് തന്നെ അഡ്മിഷൻ കിട്ടി. ഇപ്പൊ എക്സാം റിസൾട്ട് വന്നപ്പോ ഫുള്ള് മാർക്ക് ഉണ്ട്. എല്ലാം ഞാൻ വിഷ്വൽ ചെയ്ത് കണ്ടിരുന്നു. ഞാൻ അത് എഴുതി വെക്കുമായിരുന്നു. വളരെ സന്തോഷം കേട്ടപ്പോ, ഒരുപാട് സന്തോഷം. ഞാനൊരു വെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഇതിൽ വന്നത്. അത് ഞാൻ മോളിൽ എഴുതും, പക്ഷെ അതിപ്പോഴും എനിക്ക് ശരിയായില്ല. മാം അതൊന്ന് വിഷ്വൽ ചെയ്യണം കേട്ടോ. ഞാൻ എനിക്ക് ആ വെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് കാര്യമല്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും നടക്കുന്നുണ്ടല്ലോ. അത് പെട്ടെന്ന് വെൽത്തിനെ നമുക്ക് പെട്ടെന്നല്ലോ, അത് കുറച്ച് ടൈം വേണ്ട. ഞാൻ ക്ഷമിക്കുന്നതാണ് അത്. പക്ഷെ അവര് തരാത്തത് മനഃപൂർവ്വമല്ല, അയാൾക്ക് തരാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ആ തരാൻ കിട്ടാത്ത ഒരു അവസ്ഥ അയാൾക്ക് ഉണ്ടാകരുത്. എനിക്കത് തന്നാലേ ആ വ്യക്തികളെ എനിക്ക് കിട്ടുള്ളൂ. അവരുമായിട്ടുള്ള ബന്ധം അവർ ഒഴിവാക്കി. കാരണം ഈ പൈസ തരാതെ ഞാൻ എങ്ങനെ ഇവരെ മുമ്പിൽ വരിക, അവരോട് എങ്ങനെ പഴയ രീതിയിൽ പെരുമാറുക എന്നുള്ളതുകൊണ്ട്. അതാണ് എനിക്ക് വലിയ വേദന. അവര് തരാത്ത ആൾക്കാരല്ല, അവർക്ക് തരലാണ് ആഗ്രഹം, പക്ഷെ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അവർക്കത് കയ്യിൽ കിട്ടിയിട്ട് ആ പൈസ എനിക്ക് കിട്ടണം, അവരുമായിട്ടുള്ള ബന്ധം നടന്നു കൊണ്ടുപോകണം. എനിക്ക് അതാണ് വലിയ സങ്കടം. തീർച്ചയായിട്ടും കിട്ടും മാം. അതിന്റെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫീസ് എവിടെയാണോ ആര് തരും അതൊന്നും ഇപ്പൊ എനിക്കില്ല. അത് ഞാൻ വീണ്ടും കാണുകയാണ്, അത് എവിടെയോ ഉണ്ട്. അതിനുള്ള പൈസകളും എല്ലാം ഈ ഭൂമി ലോകത്ത് എവിടെയോ ഉണ്ട്. അതൊക്കെ കിട്ടും. എന്റെ മോൻ അവിടെ പഠിക്കും, പഠിച്ച് ഫേമസ് ആയി വരും, PLGയുടെ കുടുംബത്തോടൊപ്പം അവനുണ്ടാകും. അതൊക്കെയാണ് എന്റെ വിഷൽ ഇപ്പോ. മാം ഇവിടെ വന്നിട്ട് ഒരു എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയും മോനെ കുറിച്ചിട്ട്. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ കയ്യിലല്ല ഒന്നും കിടക്കുന്നത്. നമുക്ക് വേണ്ട കാശ് ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും. അത് ടൈം ആവുമ്പോൾ പ്രതീക്ഷയാണ് വേണ്ടത്. പ്രതീക്ഷ നന്നായിട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു മാം. എന്റെ മാം PLGയുടെ ഒപ്പം തന്നെ ഉണ്ടാകും, നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതാണ് എന്റെ സ്വപ്നം. അവരൊക്കെ പുതിയൊരു തലമുറയാണല്ലോ. അത് പഠിച്ചു വരുന്ന ആൾക്കാർ ഒരു ഇതില് ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോ അതൊരു വേറെ ലെവലായിട്ട് വളരുമല്ലോ. നമ്മുടെയൊക്കെ ഒപ്പം നമുക്കറിയാത്ത അറിവുകൾ അവർക്ക് അറിയും. അപ്പൊ നമ്മുടെയൊക്കെ കൂടെ അവൻ ഉണ്ടാവും തന്നെയാണ് എന്റെ സ്വപ്നം. ഇപ്പൊ അവനത് വിലയില്ല, ഞാൻ അതാണ് കാണുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അഫീഫ മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, പറയൂ. ഞാൻ പുതിയ ബാച്ചിലാണ്. ഹെൽത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായ ആളാണ്. വളരെ ഹാപ്പിയാണ്, എന്നും ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്തേക്ക് വന്നോണ്ടേ നിൽക്കാണ്. എനിക്കത് പിന്നെ ഒരു ടെൻഷനോ കാര്യോ തുടക്കത്തിലേക്ക് ഒരു തോന്നലായിരുന്നു, ഇത്രയും പണം ഒക്കെ കൊടുത്തിട്ട് ചേരണോ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഒരു പ്രശ്നവുമില്ല, അതിന്റെ ഇരട്ടിയോ അതിന്റെ ഡബിൾ ഇരട്ടി എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്. ഇനി ആരും ഇതിലേക്ക് മടിച്ചു നിൽക്കേണ്ട, ധൈര്യപ്പെട്ട് ചേരാന്നുള്ളൊരു ഇൻഫർമേഷനാണ് എനിക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളത്. അതിനാൽ ഒന്നും എനിക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ആ തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. ഇനി എനിക്ക് സാറിനെ നേരിട്ട് കാണുന്ന അതിലേക്ക് എത്താനൊരാഗ്രഹമുണ്ട്. ഇനി ഞാൻ വിഷ്വൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പറ്റും. ഇതുവരെ പറ്റിയില്ലേ?
ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റിയില്ലേ അതിന് പറ്റൂ കേട്ടോ. മീറ്റപ്പും കാര്യങ്ങളൊക്കെ വരും, അഡ്വാൻസ് കോഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി കൂടെ വിഷ് ചെയ്യണം. എനിക്ക് ആ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. വരും. ഞാൻ ഹാപ്പിയാണ്. അനിൽ സർ. മാം ആ പോയിന്റ്സ് എനിക്ക് ഇവിടെ നെറ്റ് കട്ടായി പോയി. പോയിന്റ്സ് ലാസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് പറയുമോ? റെക്കോർഡ് ഉണ്ട് കേട്ടോ. ടൈം ഇനിയില്ല, അതുകൊണ്ടാണ്. ടൈം ഇനി അത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് പോയിന്റ്സ് മാത്രം ഹെഡിങ് മാത്രം ഒരൊറ്റ. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മള് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ആ ചിന്തയെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാനെന്ന വ്യക്തിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഈ ചിന്തകൾ വരുന്നുണ്ടെങ്കിലും അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് മെഡിറ്റേഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് ഓവർ തിങ്കിങ് വരുമ്പോൾ ലൗഡായിട്ട് പറയുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നല്ലൊരു സുഹൃത്തിനോട് നമ്മൾ പറയാം നമ്മുടെ അനാവശ്യ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തത് നമ്മൾ ഓവർ തിങ്കിങ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എഴുതുക. എന്താണെങ്കിലും അത് എഴുതുക. പിന്നെ നമ്മൾ ചിന്തകളെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. പിന്നെ മൈൻഡ്ഫുൾ ലിവിങ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുക. പിന്നെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ജേണൽ എഴുതുക. ഓക്കെ, താങ്ക് യു സർ. മുംതാസ് മാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. EFT വന്നാൽ ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് ലൈഫിൽ ചേഞ്ചിങ് വന്നു. ഇപ്പൊ 14 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു EFTക്ക് വന്നത് ഇപ്പൊ 10 മാസത്തോളായി. ഇപ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത്. സത്യം പറയുകയാണെങ്കിൽ ഈ 14 വർഷത്തിന് ശേഷം പിന്നെ കൊല്ലത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു 10 മാസമാണ് മനസ്സിന് സംതൃപ്തിയാണ് ആലോചിക്കുമ്പോ തന്നെ. ഒരുപാട് താങ്ക് യു. അതേപോലെ എന്റെ ഹസ്ബൻഡാണ് ഏതോ ഗ്രൂപ്പില് ഹസ്ബൻഡാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടത്, ഈ ലിങ്ക് കണ്ടു, അങ്ങനെ കയറി. പക്ഷെ അറ്റൻഡ് ചെയ്തപ്പോഴും ഉണ്ടാക്കിയപ്പോ ഒന്നും എനിക്ക് അത്ര വിശ്വാസമില്ല. അപ്പൊ ഞാൻ പറയാം അങ്ങനെ കുറച്ച് പണം അങ്ങോട്ട് പോയി കിട്ടി വെറുതെ ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ടാപ്പ് ചെയ്യലും ക്ലാസ് അധികം ഓവറായിട്ട് കേൾക്കലും എന്നും കേൾക്കും. അപ്പൊ അങ്ങനെ കേട്ട് പിന്നെ ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് അങ്ങനെ ചെലവഴിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നത് എന്നുള്ള ആ ഒരു സന്തോഷം ഇപ്പൊ അധികം വരൽ തുടങ്ങി. അതേപോലെ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്വാൻസിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നേടിയെടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ എനിക്കാണ് കൂടുതൽ എനിക്കാണ് കൂടുതൽ അതിന് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം അധികം ഉള്ളത്. അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ ഞാൻ കൂടുതൽ ആഗ്രഹിക്കാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെട്ടതിന് ഒരുപാട് താങ്ക് യു. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. ഫസ്റ്റിനെ നമുക്ക് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും. പ്രാക്ടീസ് ആണ് എല്ലാത്തിനും മുഖ്യം. ഓക്കെ, അപ്പോ ടൈം ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you. Thank you so much. Thank you, ma'am. Thank you so much. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ലളിതമായ ഭാഷയിൽ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. മനസ്സിലായി.